തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ചാക്കിലാക്കാൻ ക്രൈസ്തവ സഭകളുടെ സംഗമത്തിന് സിപിഎമ്മും സർക്കാരും. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിന് പങ്കാളിത്തം കുറവായിരുന്നെങ്കിലും നായർ സമുദായത്തെ പാട്ടിലാക്കാൻ കഴിഞ്ഞെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അടിവേരറക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നേറുമ്പോഴും സഭാ നേതൃത്വവുമായി സൗഹൃദം നടിച്ച് വിശ്വാസികളുടെ വോട്ട് നേടാൻ തന്ത്രങ്ങൾ ആരായുകയാണ് സിപിഎമ്മും പിണറായി സർക്കാരും. മേഖലാ അടിസ്ഥാനത്തിലോ സംസ്ഥാന തലത്തിലോ ആകും ക്രൈസ്തവ സംഗമം സംഘടിപ്പിക്കുക. വിവിധ സഭകളിലെ ബിഷപ്പുമാരെ പങ്കെടുപ്പിക്കുകയും അവരെ വിരുന്നുകളിൽ പങ്കെടുപ്പിക്കാനും ആലോചനയുണ്ട്. സഭാ നേതൃത്വത്തിന്റെയും ബിഷപ്പുമാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ വിവിധ ജില്ലകളിൽ സിപിഎം മന്ത്രിമാരെ തന്നെ രംഗത്തിറക്കും. ക്രിസ്ത്യൻ സഭകളുമായി സിപിഎം ബന്ധം ശക്തിപ്പെടുത്തിയാൽ വിശ്വാസികൾ ഒപ്പം നിൽക്കുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. അത്തരമൊരു പാലമിട്ടാൽ സഭകളിലേക്ക് കടന്നു ചെല്ലാമെന്നും അധികാരത്തിന്റെ പിൻബലത്തിൽ ഇടപെടലുകൾ നടത്താമെന്നും സിപിഎം കരുതുന്നു. 4 വർഷമായി ഒപ്പമുള്ള കേരള കോൺഗ്രസ് എമ്മിനെ കൂടാതെ മധ്യസ്ഥരില്ലാതെ ക്രൈസ്തവ സഭകളിലേക്ക് നുഴഞ്ഞുകയറ്റമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. എല്ലാ കാലവും ന്യൂനപക്ഷങ്ങളെ തന്ത്രപരമായി ഭിന്നിപ്പിക്കുകയും ഒപ്പമെന്ന ധാരണ നൽകി കബളിപ്പിക്കുകയും ചെയ്ത സിപിഎം ഇക്കുറി JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തുറപ്പുചീട്ട് ആയുധമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. ഇത് വോട്ട് നേടാനുള്ള തന്ത്രം മാത്രമായിരുന്നെങ്കിലും ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളിൽ ഒപ്പമെന്ന തെറ്റിദ്ധാരണ പരത്താനും തുടർ ഭരണത്തിന് വഴിതെളിക്കുകയും ചെയ്തു. വളരെയധികം സിറ്റിംഗുകൾ നടത്തി എല്ലാ വിഭാഗം ക്രൈസ്തവരുടെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഇതേക്കുറിച്ച് കമാന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതുവരെയും പുറത്തുവിട്ടുമില്ല. ക്രൈസ്തവരിലെ പിന്നാക്കക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നതടക്കമുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ആവശ്യപ്പെട്ടിട്ടും സർക്കാർ മൗനം പാലിച്ചു. ഇത്രയും നാൾ അനങ്ങാതിരുന്ന സർക്കാരാണ് പെട്ടെന്ന് നിലപാട് മാറ്റി ക്രൈസ്തവ സംഗമത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വിവിധ സഭകളെ പല തട്ടിൽ നിർത്തി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഫലപ്രദമായി പയറ്റുന്ന വിദ്വേഷ പ്രചാരകരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ക്രൈസ്തവ വോട്ട് തന്നെയാണ്. കളമശ്ശേരി മാർത്തോമാ ഭവൻ കയ്യേറിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്തപ്പോഴാണ് ക്രിസ്ത്യൻ മത നേതാക്കളുടെ സംഗമത്തിന് ഇറങ്ങുന്നത്. 2 തവണത്തെ പിണറായി ഭരണത്തിൽ ക്രൈസ്തവ അവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിച്ചവർ ഇപ്പോൾ രക്ഷകരുടെ മൂടുപടവുമായി രംഗത്ത് ഇറങ്ങാൻ പോവുകയാണ്. സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും പരീക്ഷിക്കാത്ത ഇരട്ടത്താപ്പ് നയമാകും സിപിഎം നടപ്പാക്കുക. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാർ നടത്തുന്ന കുടില നീക്കങ്ങൾ കുറച്ചൊന്നുമല്ല ക്രിസ്ത്യാനികളെ വട്ടം കറക്കുന്നത്. വിവിധ സഭകളുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കുന്നതിലെ കാലതാമസവും സഭകളെ സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് JB കോശി റിപ്പോർട്ടും ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടുന്നതും ഉയർത്തിക്കാട്ടി ക്രൈസ്തവ അവകാശ സംരക്ഷകരെന്ന വ്യാജ മുഖം മൂടിയണിഞ്ഞ് വിവിധ സഭകളെ സംഗമത്തിന് വിളിക്കാനാണ് നീക്കം. JB കോശി റിപ്പോർട്ടിന്മേൽ അഭിപ്രായം അറിയിക്കാൻ 33 സർക്കാർ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 2 തവണ ഓർമ്മിപ്പിച്ചിട്ടും വകുപ്പുകൾ മറുപടി നൽകിയിരുന്നില്ല. യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കം പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുവെന്ന് ഇരു കക്ഷികളെയും തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഇവരെ വിട്ടിവേഷം കെട്ടിക്കുന്ന വിചിത്ര നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. ഓർത്തഡോക്സ് സഭ സർക്കാരുമായി അല്പം അകലത്തിലാണെങ്കിലും സമുദായത്തിലെ ചില നേതാക്കൾ സഭയെ സിപിഎം തൊഴുത്തിൽ കെട്ടിക്കാനുള്ള പരിശ്രമത്തിലാണ്. മലയോര മേഖലകളിലെ വോട്ടർമാരെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ മെനഞ്ഞതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലെന്ന ആരോപണമുണ്ട്. ജനവാസ മേഖലകളിൽ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകുന്ന ഈ ബിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകാൻ സാധ്യതയില്ലാത്ത ഈ നിയമമാണെന്ന ആരോപണവും പാർട്ടിക്ക് തിരുത്തേണ്ടി വരും. ലോകത്തെങ്ങും ഭരണം നഷ്ടമായ മാർക്സിസ്റ്റുകൾക്ക് കേരളമാണ് അവസാന പിടിവള്ളി. ഇവിടെ ഭരണം നഷ്ടമായാൽ തിരിച്ചുവരവ് അസാധ്യമാണെന്ന വിലയിരുത്തലിലാണ് വിവിധ മതങ്ങളെ പ്രീണിപ്പിക്കാൻ സർക്കാർ സംഗമങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്.